എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ കാപ്പിക്ക് അവിൽ നനച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ വെള്ള അവിൽ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേശ്ശെ ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ കാപ്പിൻ്റെ കൂടെ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട്. അത് ഞാൻ എടുത്ത് കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് അതൊന്ന് നനച്ച് വെച്ച്, പിന്നെ ഇത്തിരി താമസിച്ചാണ് എണീറ്റത്. ഇന്നലെ മാടമൊക്കെ അതെല്ലാം പൊളിച്ചടിക്കിയതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു. രാത്രിയൊക്കെ നടുവേദനയും അതൊക്കെ കൊണ്ട് രാവിലെ ഇത്തിരി താമസിച്ചാണ് എണീച്ചത്. അപ്പോൾ ഒന്ന് കറി വെക്കാൻ വേണ്ടി വേറെ പച്ചക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചേമ്പിൻ്റെ തട പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കാശിക്കുട്ടൻ. മീൻ മേടിക്കാൻ ഇറങ്ങി പോയിട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു 2 വലിയ ചേമ്പിൻ്റെ തട കൂടി പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് തോരൻ വെക്കാൻ വേണ്ടി അതെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് വെള്ളത്തിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ അരപ്പൊക്കെ ഇട്ടാണ് കേട്ടോ തോരൻ വെക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഇപ്പോഴല്ല കുറേ മുന്നേ ഒരു വീഡിയോയിൽ തോരൻ വെക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ തലേന്ന് തന്നെ ഇപ്പം വിലയരി ആയതുകൊണ്ട് അത് തലേന്ന് അടുപ്പ് ഇട്ടിട്ട് കിടക്കും. അപ്പോൾ രാവിലെ എണീച്ച് കുറച്ച് നേരം വേവിച്ചാൽ മതി. അപ്പോൾ അതങ്ങ് റെഡിയായി. പിന്നെ ഞാൻ തോരനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചമ്മന്തി അരയ്ക്കുന്നുണ്ട്, കാന്താരി ചമ്മന്തി. അപ്പോൾ അതിനുള്ള തേങ്ങയും തിരികെ വെച്ച് തോരന് ചതയ്ക്കാനുള്ള തേങ്ങയെല്ലാം വെച്ചിട്ട്, പിന്നെ പിള്ളേർക്കുള്ള കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് രാവിലത്തേക്കും വൈകിട്ടത്തേക്കും കൂടെ ഒരുമിച്ചങ്ങ് വേവിക്കാമെന്ന് കരുതി. പിന്നെ ഇന്ന് മീൻ കിട്ടിയത് കീരിച്ചാളയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ട്, അത് വറുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നമ്മുടെ തോരൻ വെക്കാനുള്ള ചേമ്പിൻ തട നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ച് അതൊന്ന് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് അത് പൊട്ടി വന്നപ്പോഴത്തേക്കും ചേമ്പിൻ തടയിട്ട് പിന്നെ അരപ്പും കൂടി ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിനകത്ത് തന്നെ വെള്ളം ഉണ്ടല്ലോ. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അധിക നേരം വേവിക്കുകയും വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ലപോലെ വെന്ത് വരും. പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇന്ന് വിളക്ക് വരെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് വിളക്കൊന്നും കത്തിക്കുന്നില്ല, നമുക്ക് അതെല്ലാം പറക്കി മാറ്റാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി രാവിലെ തന്നെ ജോലി ഒതുക്കണം. പോകുന്നത് വരെയും ഭയങ്കര ജോലിയാണ്, ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ കാശിക്കുട്ടനോട് ഉള്ളതുകൊണ്ട് ആവുന്നിടത്തോളം അവനെ സഹായിക്കും. അപ്പോൾ എല്ലാം രാവിലെ കഴിക്കാനുള്ള എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേനും കഴിക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കുകയാണ് കേട്ടോ. പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്മാരുടെ ചിക്കൻ വെന്ത് തോരന് റെഡിയായി. എല്ലാം ആയതിന് ശേഷമാണ് കാപ്പി കുടിച്ചത്. അപ്പോൾ 2-3 പഴമൊക്കെ എടുത്ത് അവിലുമൊക്കെ നനച്ചത് കാശിക്കുട്ടൻ കഴിക്കാൻ കൊണ്ടുപോയി. ഞാനും പിന്നെ കുറച്ച് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മീൻ കണ്ടിക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയപ്പം ബ്ലാക്കിയും ചിക്കും എല്ലാം വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ മീനിൻ്റെ വേസ്റ്റ് വെളിയിൽ കൊണ്ട് കളഞ്ഞപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കാക്ക അവിടെ വന്ന് നിൽക്കുന്നത്. അത് എടുക്കാൻ ഇവൾ സമ്മതിക്കത്തില്ല, അതിനെ പിടിക്കാനും ഓട്ടിക്കാനുമായിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ മീൻ കൊണ്ടുവന്ന് അതൊന്ന് ചെറുതായിട്ട് എല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ അതിൻ്റെ അരപ്പ് അമ്മിക്കല്ലിൽ നല്ലോണം അരച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും വെളുത്തുള്ളിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് അമ്മിക്കല്ലിട്ട് നല്ലപോലെ അരച്ച് അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുത്ത് ഇന്ന് വറുക്കാനുള്ള മീൻ തേക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി അങ്ങ് മാറ്റി വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ചിലർക്കൊന്നും നമ്മുടെ വീഡിയോസൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, കാരണം നമ്മൾ നാട്ടിൻപുറത്ത് താമസിക്കുന്ന സാധാരണക്കാർ ഇതുപോലെ വീട്ടിലുള്ള അടുക്കള ജോലികളും വീട്ടിലെ ക്ലീനിങ്ങും, പിന്നെ നമ്മുടെ ഈ വീടിന് വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. ഒരുപാട് പഴക്കമുള്ള വീടാണ്, നമ്മുടെ എല്ലാം വാടക വീട്. അപ്പം അതിൻ്റേതായ ഭംഗിയൊക്കെ കാണത്തുള്ളൂ വീഡിയോയിൽ. പിന്നെ അതുപോലെ ഫോണൊക്കെ ഒരുപാട് പഴയ ഫോണാണ്, അതിനകത്തൊക്കെ വീഡിയോ എടുക്കുമ്പം ആ കാണാനുള്ള ചന്തമൊക്കെ കാണത്തുള്ളൂ. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ ഞങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കെല്ലാം ഇച്ചിരി നേരത്തെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വിളക്ക് വരെ ഒതുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയായിട്ട് വിളക്കൊന്നും കത്തിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ വിളക്ക് ഇച്ചിരി
അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ഫോട്ടോകളെല്ലാം എടുത്ത് അത് കുറച്ച് പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പം പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതെല്ലാം പൊതിഞ്ഞ് കവറിനകത്താക്കി വെക്കാൻ വന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ആ വിളക്ക് വരെ മൊത്തവും ഭയങ്കര എലി ശല്യമാണ് ഇവിടെ. എലി ശല്യവും അതുപോലെ എലിയെ പിടിക്കും വലിയ ചേരയൊക്കെ കയറി വരും. ഭയങ്കര ശല്യമാണ്. അപ്പോൾ അതിന് ആ വിളക്ക് വരയുടെ ഒരു മൂലയ്ക്ക് ഈ വീട്ടിൽ അവരുടെ കുറേ പഴയ സാധനങ്ങളിരുന്ന ചാക്കിനകത്ത് മൊത്തം എലി കയറി അത് മൊത്തവും കടിച്ച് നശിപ്പിച്ച് അതിനകത്തെല്ലാം മണ്ണും പൊടിയും എല്ലാം ആക്കിയിട്ടേക്കുമായിരുന്നു. അപ്പം നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം എലി നശിപ്പിച്ചാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് വൃത്തിയാക്കി കൊടുത്തിട്ടല്ലേ പോകാൻ പറ്റും. അപ്പം കുറേശ്ശെയായിട്ട് അങ്ങ് വൃത്തിയാക്കും. അപ്പം ഇന്നിപ്പം വിളക്ക് വരയിലെല്ലാം ഒതുക്കി മാറ്റി വെച്ചിട്ട് അതൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടിരുന്നാൽ പോവാൻ സമയത്ത് തലേന്നെല്ലാം ഒന്ന് തൂത്ത് വാരിയാൽ മതി. അപ്പോഴും കിടന്ന് വെപ്രാളം പിടിക്കണ്ടല്ലോ. അപ്പം ഞാനും കാശിക്കുട്ടനുണ്ട്, കാശിയാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അങ്ങനെ ഞാനൊരു നല്ല തുണി എടുത്തുകൊണ്ട് വന്ന് ഇച്ചിരി വെള്ളത്തിൽ മുക്കി ഫോട്ടോ എല്ലാം തുടച്ച് അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് കവറിനകത്താക്കി മാറ്റി വെച്ച് പിന്നെ ഞങ്ങൾ ഇവരുടെ 2 കട്ടിൽ നമ്മൾ ഉപയോഗിക്കാനെടുത്തായിരുന്നു. ചിക്കുനും ഗോപുവിനും ഒക്കെ കിടക്കാൻ വേണ്ടി. അപ്പോൾ അതിലൊരെണ്ണം നമ്മൾ എടുത്ത് മാറ്റി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി. പിന്നെ ബാക്കി അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ നേരത്തെ മേശയും അവരുടേത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാം തുടച്ച് വൃത്തിയാക്കി അവിടുത്തെ പൊടിയെല്ലാം ഇളക്കി പിന്നെ അതിൻ്റെ മുകളിലത്തെ ചിലന്തി വലയെല്ലാം ഞാൻ അവിടെ ആ കസേരയിട്ട് കയറി നിന്ന് അതെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കാശിക്കുട്ട എൻ്റെ ഇടയ്ക്ക് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്, അമ്മ വീഡിയോയിൽ കൊള്ളാമോ, ആരും അയ്യേ എന്നൊന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ അവനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുക. ഞങ്ങൾ രണ്ടുപേരോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. പിന്നെ ആ റൂമെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് വന്നതിന് ശേഷം കുറച്ച് നേരം കിടന്ന് പോത്തുപോലെ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഒരു 4 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് എണീറ്റ് വന്നിട്ട് കുറച്ച് തേയില വെള്ളമൊക്കെ ഇട്ട് പിന്നെ തേയില വെള്ളത്തിൻ്റെ കൂടെ നിന്ന് വേറെ ബിസ്ക്കറ്റും ഒന്നും ഇരിപ്പില്ല. അപ്പം 4-5 മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അതെടുത്ത് പൊരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അവന്മാർക്കും കഴിക്കും. ചിക്കു പൊരിച്ചതൊന്നും കഴിക്കത്തില്ല, ഗോവു കഴിക്കും. ബ്ലാക്കിക്കും പൊരിച്ചത് കൊടുത്താൽ അവൾ ഇച്ചിരി കഴിക്കും. ഇപ്പോൾ രാവിലെ ഒരു പച്ച മുട്ടയൊക്കെ കഴിച്ചതുകൊണ്ട് കഴിക്കുമോ അറിയത്തില്ല. പിന്നെ ചിക്കുവിന് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വാട്ടി അവനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഗോപൂട്ടനും ബ്ലാക്കിക്കും ചിക്കുവിനുമുള്ള മുട്ടയൊക്കെ ഞാൻ കനം കുറച്ച് ദോശക്കല്ലിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. മറ്റേ ചട്ടിയിൽ തന്നെയാണ് എല്ലാം. അതും കണ്ട ഒരു വൃത്തിയൊന്നും ഇല്ലാത്ത ചട്ടിയാണ്. ആരെങ്കിലുമൊക്കെ കളിയാക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് തന്നെ മീൻ പൊരിക്കുന്നതും എല്ലാം പൊരിക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ പോകുമ്പോഴത്തേന് ഇച്ചിരി നല്ല പാത്രങ്ങളൊക്കെ മേടിക്കണം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുട്ടയെല്ലാം പൊരിച്ചെടുത്തപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.